Hello everyone, good morning. This is your Max teacher CB Chalal. How are you all? Hope all are doing well. Today we are going to start a new chapter, decimal operations. We have learned about decimals. Now we are going to study about its operations. Okay, let's do a problem first. Triangle problem. Anu made a triangle with 3 sticks of length 4 cm each. What is the perimeter of this triangle? അപ്പോൾ അനു എന്ന് പറഞ്ഞൊരു കുട്ടി ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കി. എന്താണ് 4 സെൻറ്റിമീറ്റർ ഉള്ള 3 സ്റ്റെക്ക് വെച്ചിട്ട് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കി. ആ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സൈഡുകളും ആഡ് ചെയ്യണതാണ് പെരിമീറ്റർ അല്ലേ? ഓക്കെ, അപ്പോൾ 4 + 4 = 12 എന്ന് കിട്ടും. ഇനി 3 4 ഉണ്ട് അല്ലേ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? 4 × 3 = 12 എന്ന് നമുക്ക് ചെയ്തൂടെ? ചെയ്യാം അല്ലേ? 3 12 ഉണ്ട്, അപ്പോൾ 4 × 3 എന്ന് എഴുതാം, അല്ലെങ്കിൽ 3 × 4 എന്ന് എഴുതാം. ശരിയല്ലേ? എത്ര 4 ഉണ്ടോ അതുകൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോഴും നമുക്ക് ആൻസർ എന്ത് കിട്ടും? 12 എന്ന് കിട്ടും. അപ്പോൾ പെരിമീറ്റർ എത്രയാ? 12. ലെറ്റ് us see one more problem. Anu made triangle using 5.2 cm stick instead. അപ്പോൾ വേറൊരു കുട്ടി അനു തന്നെ എന്ത് ചെയ്തു? 4 സെൻറ്റിമീറ്ററിന് പകരം 5.2 സെൻറ്റിമീറ്ററുള്ള സ്റ്റിക്ക് ഉപയോഗിച്ചു. 3 സ്റ്റിക്ക് ഉപയോഗിച്ചൊരു ട്രയാങ്കിൾ ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ ഓരോ സൈഡും എന്തായി? 5.2 5.2 5.2 എന്നായി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ പോയിൻറ്റിൻ്റെ സ്ഥലം കറക്റ്റായിട്ട് എഴുതിയിട്ട് അപ്പുറത്തിപ്പുറത്തും എഴുതുക. ഡെസിമൽ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് 5.2 5.2 5.2 3 കൂടി പ്ലസ് ചെയ്തു. അപ്പം ഡെസിമലിൽ ഇപ്പുറം 2 + 2 + 2 6, 5 + 5 + 5 15. അപ്പോൾ 15.6 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെയും എന്തുണ്ട്? 3 5.2 ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 5.2 × 3 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ × 3 എന്ന് എഴുതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 5.2 × 3 എന്ന് എഴുതി. ഇനി നമുക്ക് പോയിൻ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല അല്ലേ? അപ്പോൾ അതെങ്ങനെ ചെയ്യാം? അപ്പോൾ ഈ 5.2ന് ഞാൻ എങ്ങനെ എഴുതി? 52/10 എന്ന് എഴുതി. 5.2ന് ഞാൻ എന്ത് എഴുതി? 52/10. ഓക്കെ, അപ്പോൾ എന്തായി? × 3 52/10 × 3, അതായത് 52 × 3/10. 52 × 3 എത്രയാ? 156/10. ഇനി നമുക്ക് പോയിന്റ് മാർക്ക് ചെയ്യാൻ അറിയാലോ. 156 × 10 എന്നല്ല, /10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ഡെസിമൽ ഇടേണ്ടത്? ഒരു യൂണിറ്റ് പ്ലേസ് മാറ്റിയിട്ട് ഡെസിമൽ ഇടണം. കാരണം ഒരു 0 ഇവിടെ ഉള്ളൂ അല്ലേ? ഒരു 0 ഉള്ളതുകൊണ്ട് ഒരു പ്ലേസ് മാറ്റിയിട്ട് ഡെസിമൽ ഇട്ടു, അതായത് 15.6. മനസ്സിലായോ? ലെറ്റ്സ് ഡു മോർ പ്രോബ്ലംസ്. ഏരിയയുടെ അടുത്ത ടോപ്പിക്കാണ് ഏരിയ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ഓഫ് ലെങ്ത് 5 cm ആൻഡ് ബ്രെഡ്ത്ത് 3 cm. ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് 5 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 3 സെൻറ്റിമീറ്ററാണ്. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ എന്താണ്? ലെങ്ത് × ബ്രെഡ്ത്ത് ആണ് അല്ലേ? ലെങ്ത് × ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ L × B, അതായത് 5 × 3 അല്ലേ? 5 × 3 എത്രയാ? ദാറ്റ് ഈസ് 15 cm² അല്ലേ? അതാണ് എന്ത്? ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. ഇനി വേറൊരു സ്ക്വയർ കൺസിഡർ ചെയ്യണം. ദ സൈഡ് ഓഫ് എ സ്ക്വയർ ആർ ലെങ്ത് ഓഫ് 7.1 cm. വാട്ട് ഈസ് എ പെരിമീറ്റർ? ഒരു സ്ക്വയർ എടുത്തു. ആ സ്ക്വയറിൻ്റെ ഓരോ സൈഡും എത്രയാ? 7.1 ആണ്. എത്രയാണ്? 7.1 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ എന്താ? ഓരോ സൈഡും ആഡ് ചെയ്യുക അല്ലേ? 7.1 + 7.1 + 7.1 + 7.1. എത്ര 7.1 ഉണ്ട്? 4 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ എന്ത് ചെയ്താൽ മതി? 7.1 × 4. 7.1നെ ഞാൻ എങ്ങനെ എഴുതി? 71/10 എന്ന് എഴുതി. എങ്ങനെ എഴുതി? 71/10 × 4. അപ്പോൾ 71 × 4 ചെയ്തു. 71 × 4 ചെയ്തപ്പോൾ 286 കിട്ടി.
അപ്പോൾ ബൈ 10 ഉള്ളത് ബൈ 10 എഴുതി. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡെസിമൽസിൽ പഠിച്ചിട്ടുണ്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എങ്ങനെയാണ് ഡെസിമൽ പ്ലേസ് ചെയ്യുക. 10ൽ എത്ര 0 ഉണ്ട് നോക്കുക. അപ്പോൾ ഒരു 0 ഉള്ളു. അപ്പോൾ ഒരു യൂണിറ്റ് പ്ലേസ് മാറിയിട്ട് ഒരു പ്ലേസ് മാറ്റിയിട്ട് പോയിൻ്റ് ഇടുക. കണ്ടോ? അപ്പോൾ 4 എന്നുള്ളൊരു യൂണിറ്റ് പ്ലേസ് മാറ്റി ഡെസിമൽ ഇട്ടു. അപ്പോൾ 28.4 ആണ് ഈ സ്ക്വയറിൻ്റെ പെരിമീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 3 rods of length 6.45 meter are laid end to end. What is the total length? അപ്പോൾ ഒരു റോഡ്, ഇത് രണ്ടാമത്തെ റോഡ്, ഇത് മൂന്നാമത്തെ റോഡ്, അങ്ങനെ 3 റോഡ് നിരത്തി വെച്ചു. ഓരോ റോഡിൻ്റെയും ലെങ്ത് എത്രയാണ്? 6.45 മീറ്റർ ആണ്. 6.45 മീറ്ററും ഇതും 6.45, ഇതും 6.45. അപ്പോൾ ടോട്ടൽ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എത്ര? 6.45 ഉണ്ട്. 1 2 3 3 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 6.45 × 3. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് വാല്യൂ ഉണ്ട്? 2 ഉണ്ട് അല്ലേ. അപ്പോൾ 645 എന്ന് എഴുതിയിട്ട് 100 ഇട്ടു, ഡിവൈഡഡ് ബൈ 100 ഇട്ടു. നേരത്തേക്ക് നമ്മൾ 7.1ൻ്റെ അവിടെയൊക്കെ എന്താ ചെയ്ത്? ഒരു ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു പ്ലേസ് വാല്യൂ ഉള്ളു. അപ്പോൾ 10, ഒരു 0 ഉള്ള 10ൻ്റെ പവർ ഇട്ടു, അതായത് 10. ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് വാല്യൂ ഉണ്ട്? 2 ഉണ്ട്. അപ്പോൾ 100 ഇട്ടു. 645/100 × 3. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യുക? 645 × 3 ചെയ്യുക. എന്നിട്ട് എത്ര 0 ഉണ്ട് ഇവിടെ? 2 0 ഉണ്ട് അല്ലേ. അപ്പോൾ ഡെസിമൽ എവിടെ ഇടണം? 2 എണ്ണം മാറ്റിയിട്ട് ലെഫ്റ്റിൽ നിന്ന് 2 പ്ലേസ് വാല്യൂ മാറ്റാം. 1 2, അത് കഴിഞ്ഞിട്ട് ഇവിടെ പോയിൻ്റ് ഇടുക. അപ്പോൾ ആൻസർ 19.35 എന്നാണ് ആൻസർ. 19.35 മീറ്ററാണ് ടോട്ടൽ വരിക. മനസ്സിലായോ? ഇനി അടുത്തത്. 6 bottles are filled with the coconut oil in a can. Each bottle contains 0.7478 liters. How much oil was in the can in liters? ഓക്കെ, അപ്പോൾ 6 ബോട്ടിലുണ്ട് അവിടെ. എത്ര ബോട്ടിലുണ്ട്? 6 ബോട്ടിലുണ്ട്. ഓരോ ബോട്ടിലും എത്ര ലിറ്റർ കൊള്ളും? 0.478 ലിറ്റർ കൊള്ളാം. അങ്ങനെയാണെങ്കിൽ 6 ബോട്ടിലിന് കൂടി എത്ര ലിറ്റർ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കണക്കാക്കുക? നമ്പർ ഓഫ് ബോട്ടിൽസ് 6, ഒരു ബോട്ടിലിൽ കൊള്ളുന്നത് 0.478. അപ്പോൾ ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യാം. എങ്ങനെ ഇൻറ്റു ചെയ്യാം? 0.478 × 6. അപ്പോൾ 0 പോയിൻ്റ് ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് വാല്യൂ ഉണ്ട്? 1 2 3 3 ഉണ്ട് അല്ലേ. അപ്പോൾ 10ൻ്റെ 3 0 ഉള്ളത് 1000. അപ്പോൾ 478 എന്ന് കറക്റ്റായിട്ട് എഴുതി ബൈ 1000 എന്നിട്ടു × 6. ഇനി എന്ത് ചെയ്താൽ മതി? 478 × 6 ചെയ്തു. 2868 ഡിവൈഡഡ് ബൈ ഈ 1000 ഇവിടെ എടുത്ത് എഴുതി. ഓക്കെ, ഇനി 1000 കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യുക? 1000ൽ എത്ര 0 ഉണ്ട്? 1 2 3 3 0 ഉണ്ട്. അപ്പോൾ ഡെസിമൽ എവിടെ ഇടണം? റൈറ്റിൽ നിന്നും 3 പ്ലേസ് വാല്യൂ മാറ്റി ഇവിടെ ഇടണം അല്ലേ. ഇവിടെ 1 2 3 ഇവിടെ പോയിൻ്റ് ഇട്ടു. സോ 2.86 ലിറ്റേഴ്സ് വേണം. എന്തിന്? 6 ബോട്ടിലിനും കൂടി എത്ര ഓയിൽ വേണം? 2.868 ലിറ്റേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൾട്ടിപ്ലിക്കേഷൻ. ഇനി മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. ഇത്രയും നേരം നമ്മൾ ക്വസ്റ്റ്യനിൽ ചെയ്തത് എങ്ങനെയാണ്? ഒരു ഡെസിമൽ വാല്യൂയും ഒരു നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ ഒരു ഹോൾ നമ്പറും ഒരു ഡെസിമൽ വാല്യൂയും കൂടിയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. ശരിയല്ലേ? 2 ഡെസിമൽ വാല്യൂ അല്ല. ഇനി നമ്മൾ 2 ഡെസിമൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നോക്കാം. 4.23 ആൻഡ് 2.4 2 ഡെസിമൽ വന്നു. അപ്പോൾ എന്ത് ചെയ്തു? 4.23ൻ്റെ അവിടെ 2 ഡെസിമൽ കഴിഞ്ഞ് 2 പ്ലേസ് വാല്യൂ ഉണ്ട്. അപ്പോൾ 2 0 ഉള്ള 100 423/100 എന്നിട്ടു. 2.4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു പ്ലേസ് വാല്യൂ ഉള്ളത്. അപ്പോൾ 24/10 എന്നിട്ടു. മനസ്സിലായോ? ഇനി ഇൻറ്റു ചെയ്യുക. മുകളിലത്തെ കൊണ്ട് ഇൻറ്റു ചെയ്യുക, താഴത്തെ കൊണ്ട് ഇൻറ്റു ചെയ്യുക. 423 × 24 423 × 24 ചെയ്തു ബൈ 100 × 10.
അപ്പോൾ എന്ത് വന്നു? 423 × 24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,152 എന്ന് ആൻസർ വരും. ഇനി 100 × 10 എത്രയാ? 1000. ഓക്കെ. ഇനി ഇവിടെ 1000-ൽ എത്ര പൂജ്യമുണ്ട്? 1 2 3. ഇനി എങ്ങനെ ഡെസിമലാക്കി എഴുതും? ഇവിടെ റൈറ്റിൽ നിന്നും 3 എണ്ണം മാറ്റും. 1 2 3 മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പോയിൻ്റ് ഇടും. 10.152. എന്താ ആൻസർ വരിക? 10.152. ഓക്കെ. ഇനി വേറെ ഒരെണ്ണം കൂടി ചെയ്യാം. 2.45 × 3.72. ഇനി നിങ്ങൾ പറഞ്ഞേ, ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് വാല്യൂ ഉണ്ട്? 2. അപ്പോൾ ഏതാണ്? 100. 245/100 എന്ന് എഴുതി. അതിനെ 3.72നെ എത്ര പ്ലേസ് വാല്യൂ ഉണ്ട് ഡെസിമൽ കഴിഞ്ഞിട്ട്? ദർ ആർ 2 അല്ലേ? 7 2 രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ 100 വീണ്ടും 372നെ 372 ആണ്, 3.72 അല്ല കേട്ടോ. 372/100. അപ്പോൾ രണ്ടും എഴുതി. ഇനി 245 × 372 എന്ന് ചെയ്താൽ 91,140 എന്ന് കിട്ടും. താഴെയോ 100 × 100 ദാറ്റ് ഇസ് 10,000. 4 പൂജ്യം. ഇനി ഇതിൻ്റെ പ്ലേസ് ഡെസിമൽ എവിടെ ഇടും? 4 എണ്ണം മാറ്റിയിടും. 1 2 3 4. അതായത് ഇവിടെ എവിടെ ഇടും? 9.1140. ആൻസർ എന്താണ്? 9.1140. ഇനി ഈ 100 ഒക്കെ ഡിവിഷൻ ഇട്ടിട്ടൊന്നും ചെയ്യണമെന്നില്ല. ഇതിനേക്കാളും ഒരു എളുപ്പ വഴിയുണ്ട്. എങ്ങനെ അറിയോ? അപ്പോൾ 2.45 × 3.72 അല്ലേ ക്വസ്റ്റ്യൻ? 2.45 × 3.72. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ഡെസിമൽ കഴിഞ്ഞ് എത്ര പ്ലേസ് വാല്യൂ ഉണ്ട് നോക്കാം. 1 2. ഇവിടെ 2 എണ്ണം ഉണ്ട് അല്ലേ? ഇനി ഇവിടെയോ ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര എണ്ണം ഉണ്ട്? 1 2. ഇവിടെ 2 എണ്ണം. അപ്പോൾ ടോട്ടൽ 4 പ്ലേസ് വാല്യൂ ഉണ്ട്. അത് ഓർത്ത് വയ്ക്കുക. ഓക്കെ. എത്ര പ്ലേസ് വാല്യൂ ഉണ്ട്? 4 പ്ലേസ് വാല്യൂ ഉണ്ട്. ഡെസിമൽ കഴിഞ്ഞിട്ട് അപ്പോൾ എത്ര എണ്ണം വേണം? 4 എണ്ണം വേണം. ശരി. ഇനി 240 ഈ ഡെസിമൽ അങ്ങോട്ട് മാറ്റിയിട്ട് ആ നമ്പർ മാത്രം എടുത്ത് എഴുതുക. 245 × 372 ഡെസിമൽ മാറ്റിയിട്ട് അത് എഴുതുക. 372. എന്നിട്ട് ഇത് രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് കാണാം. 245 × 372 ചെയ്യുമ്പോൾ 91,140 കിട്ടും. ഓക്കെ. ഇനി ആ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുക. 2.45 × 3.72. ഇനി ഇത് രണ്ടിലും എത്ര പ്ലേസ് വാല്യൂ ഉണ്ട് നോക്കുക. ഇവിടെ 2 ഇവിടെ 2 അല്ലേ? 4 പ്ലേസ് വാല്യൂ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് 4 എണ്ണം 1 2 3 4. ഇവിടെ പോയിൻ്റ് ഇട്ടു. 9.1140 ആണ് ആൻസർ വരിക. മനസ്സിലായോ? ക്വസ്റ്റ്യനിൽ ടോട്ടൽ ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് വാല്യൂസ് ഉണ്ട് നോക്കുക. അത് എണ്ണി വെച്ചിട്ട് ആ നമ്പേഴ്സ് മാത്രം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. ആൻസറിൽ അത്രയും ഡെസിമൽ കഴിഞ്ഞിട്ട് അത്രയും പ്ലേസ് വാല്യൂ, അല്ലെങ്കിൽ അത്രയും പ്ലേസ് വാല്യൂ മാറ്റി ഡെസിമൽ ഇടുക. ഓക്കെ. 2-3 പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അടുത്ത പ്രോബ്ലം 0.01 × 0.01. ഓക്കെ. ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര എണ്ണം ഉണ്ട്? 2. ഇവിടെയും ഡെസിമൽ കഴിഞ്ഞിട്ട് 2 എണ്ണം ഉണ്ട് അല്ലേ? ഇനി നമ്പർ മാത്രമാക്കി എടുത്ത് എഴുതുമ്പോൾ അവിടെ എന്ത് വരും? 1 × 1. 1 × 1 എന്നാണ് ആൻസർ വരിക. അപ്പോൾ ആൻസറും എന്താണ്? 1 × 1ൻ്റെ ആൻസറും 1 ആണ്. ഇനി 1 ഉള്ളൂ അല്ലേ? 4 പ്ലേസ് വാല്യൂസ് വേണം. അപ്പോൾ ഇവിടെ 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? ഒരു 0 ഇട്ട് കൊടുക്കുക. ഇവിടെ 1 ഇവിടെ 2. ഇപ്പം എത്ര എണ്ണമായി? 1 2 3 4. 4 എണ്ണമായി. ഇവിടെ പോയിൻ്റ് ഇടുക. പോയിൻ്റ് കാണാൻ വേണ്ടി മുന്നിലൊരു 0 ഇട്ട് വയ്ക്കുക. 0.0001 ആണ് ആൻസർ. മനസ്സിലായോ? 0.001 ഈസ് ദ ആൻസർ. എളുപ്പമല്ലേ? ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. 57.52 × 31.2. ഓക്കെ. 57.52 × 31.2. ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര വാല്യൂസ് ഉണ്ട്? 1 2. 2 പ്ലേസ് ഉണ്ട് അല്ലേ? 2. ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര ഉണ്ട്? 3. അപ്പോൾ 1. ഇവിടെ 2ഉം ഇവിടെ 1ഉം. അപ്പോൾ ടോട്ടൽ എത്രയായി? 3 പ്ലേസ് വാല്യൂസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഡെസിമൽ മാറ്റിയിട്ട് നമ്പർ മാത്രം എഴുതുക. 55,752 × ഇവിടെയും ഡെസിമൽ മാറ്റിയിട്ട് നമ്പേഴ്സ് മാത്രം എഴുതുക. 312 എഴുതുക. അപ്പോൾ ആൻസർ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ
17,94,624 എന്ന് വരും ആൻസർ. ഓക്കെ, അങ്ങനെ ആൻസർ വരുമ്പം ഈ ക്വസ്റ്റ്യൻ്റെ ഡെസിമൽ എവിടെ ഇടും? ടോട്ടൽ 3 ഡെസിമൽസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇവിടെ നിന്ന് എണ്ണ 1 2 3, എന്നിട്ട് ആ 3 എണ്ണം കഴിയുമ്പോൾ ഡെസിമൽ കുത്തുക. അതായത് 1794.624. ഡെസിമൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 100 നിന്നൊന്നും വായിക്കാൻ പാടില്ല. ഓരോ നമ്പർ എണ്ണി വേണം പറയാൻ. പോയിന്റ് കഴിഞ്ഞാൽ 624 ഇങ്ങനെയാണ് പറയുക, അല്ലാണ്ട് 624 എന്ന് പറയില്ല കേട്ടോ. പ്രൊനൗൺസ് ചെയ്യുമ്പോൾ എങ്ങനെ പറയും? 1794.624. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. 3212 × 23 എത്രയാണെന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഇതിൻ്റെ ആൻസർ 73,876 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 321.2 × 23 എത്ര വരും? നോക്കൂ, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡെസിമൽ വാല്യൂ 1 ഉള്ളൂ അല്ലേ, ഒരൊറ്റ ഒരു വാല്യൂ ഉള്ളൂ. ഇവിടെ ഒന്നും ഡെസിമൽ ഇല്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ ആൻസറിൻ്റെ കൂടെ ഒരെണ്ണം മാറ്റിയിട്ട് പോയിന്റ് ഇടുക. അപ്പോൾ എന്തായി? 7387.6 ആയി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 32.12 × 23. ഇതേ നമ്പേഴ്സ് തന്നെയാണ് അല്ലേ, ഇവിടെയുള്ള അതേ നമ്പേഴ്സ് തന്നെയാണ് ഇവിടെയും. സോ ഡെസിമൽ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് വാല്യൂ ഉണ്ട്? 1 2, 2 എണ്ണം ഉണ്ട്. ഇവിടെ ഉണ്ടോ ഡെസിമൽ? ഇല്ല. അപ്പോൾ 2 എണ്ണം മാറ്റിയിടുക. ആൻസറിൽ 2 എണ്ണം മാറ്റി കുത്തിടുക. 1 2. അപ്പോൾ ഇവിടെ കുത്തി 738.76 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. മനസ്സിലായോ? ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. ടെക്സ്റ്റിലുള്ള 5th ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 113 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. 3212 × 23 3212 × 23 is equal to 73876 ആണ് ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ ഓരോന്നിലും എന്താണ് ആൻസർ വരിക നോക്കുക. ഇവിടെ ഡെസിമൽ ഒരു ഡെസിമലുള്ളൂ, ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു പ്ലേസ് വാല്യൂ ഉള്ളൂ. ഇവിടെ ഡെസിമലൊന്നും ഇല്ല. സോ ആൻസറിൻ്റെ കൂടെ ഇവിടുത്തെ ഫസ്റ്റത്തേൻ്റെ ആൻസർ എന്ത് വരും? ഒരു ഡെസിമൽ, അതായത് ഇവിടെ കുത്തുക. 7387.6 ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. 32.12 × 23 ആണ് അല്ലേ. അപ്പോൾ ഡെസിമൽ കഴിഞ്ഞിട്ട് 2 പ്ലേസ് വാല്യൂ ഉണ്ട്. ഇവിടെ ഡെസിമലൊന്നുമില്ല. സോ ഇവിടെ 1 2 എണ്ണുക, ദെൻ ഇവിടെ പോയിന്റ് കുത്തുക. 738.76 ആണ് ഇതിൻ്റെ ആൻസർ. മനസ്സിലായോ? ഇനി ഇവിടെ നോക്കുക. 3.212 × 23 ആണ്. അപ്പോൾ ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര എണ്ണം ഉണ്ട്? 1 2 3, 3 പ്ലേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എണ്ണ 1 2 3, എന്നിട്ട് 73.876 ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ബാക്കിയൊക്കെ ഇതൊക്കെ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. ഇതിലും കുറച്ച് മാം ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. 4th ഹോംവർക്കായി ചെയ്യുക. ഇനി 5th ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രൈസ് ഓഫ് ദ പെട്രോൾ ഈസ് 68.50 rupees per liter. What is the price of 8.5 liter? 1 ലിറ്റർ പെട്രോളിന് 68.50 പൈസയാണ്. അങ്ങനെയാണെങ്കിൽ 8.5 ലിറ്ററിന് എത്രയാണെന്ന്. 1 ലിറ്റർ പെട്രോളിന് 68.50 ആണ്. സോ 8.5 ലിറ്ററിന് 68.50 × 8.5. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഈ പോയിൻ്റ് തൽക്കാലം മാറ്റി വെച്ചിട്ട് നമ്പേഴ്സ് മാത്രം മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ആൻസറിൽ എത്ര ഡെസിമൽ കഴിഞ്ഞ് എത്ര വാല്യൂസ് ഉണ്ട് അത് നോക്കി ഡെസിമൽ ഇടുക. അപ്പോൾ നമ്പേഴ്സ് മാത്രം എടുക്കുക. 6850 × 85. അപ്പോൾ 6850 × 85 എന്ന് വരുമ്പം ആൻസറിൽ എന്ത് വരും? 5,82,250 വരും. ഓക്കെ, ഇവിടെ എത്ര ടോട്ടലായിട്ട് എത്ര ഡെസിമൽ വാല്യൂസ് ഉണ്ട്? ഡെസിമൽ കഴിഞ്ഞിട്ട് ഇവിടെ 1 2, ഇവിടെ ഒരു ഡെസിമൽ കഴിഞ്ഞിട്ട് 1. അപ്പോൾ എത്ര പ്ലേസ് വാല്യൂസ് ഉണ്ട്? 1 2 1. അപ്പോൾ 3 പ്ലേസ് വാല്യൂസ് ഉണ്ട്. അപ്പോൾ ആൻസറിൽ 1 2
1 2 3 കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇടുക. ഓക്കെ, ആൻസറിൽ എവിടെ പോയിൻ്റ് ഇടും? 582.250. എത്ര രൂപയാവും? 582.250. അപ്പോൾ ഡെസിമലിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഡിവിഷനാണ് പഠിക്കാനുള്ളത്. ഓക്കെ.